ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യാസ് ലൈഫ് ഇവൻറ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു എയർബിഎൻബിയിലാണ്. എയർബിഎൻബിയിലെ ഞങ്ങളുടെ റൂമിൽ 2 days നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യണത്. നമ്മളൊരു ട്രിപ്പ് വന്നിരിക്കുകയാണ് യോണോക്കർ എന്ന് പറഞ്ഞ ഒരു പ്ലേസിലേക്ക്. അത് സ്റ്റോക്ക്ഹോമിൽ നിന്ന് ഒരു 1.5 hours ഡ്രൈവ് ഉണ്ട് ഈ പ്ലേസിലേക്ക്. അപ്പോൾ നമ്മളവിടെ ഒരു എയർബിഎൻബി ബുക്ക് ചെയ്ത് ഒരു ചെറിയൊരു ട്രിപ്പ്. എയർബിഎൻബിയിൽ നമുക്ക് അടിപൊളി ഒരു കിച്ചൺ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെ കുക്ക് ചെയ്യാം. അപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. പിന്നെ ദേ അവിടെ ഒരു അടിപൊളി ഹാളുണ്ട്, TV ഉണ്ട്. അപ്പോൾ കിഡ്സിനൊക്കെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഒരു ഘനഗംഭീര ഡൈനിങ് ഏരിയ ഉണ്ട്. ഒരു 10-16 പേർക്ക് വിസ്തരിച്ചിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു ഘനഗംഭീര ഡൈനിങ് ഏരിയ. നിങ്ങൾ ഈ 2 പേർക്ക് എന്തിനാണ് ഇത്രയും വലിയ ഡൈനിങ് ഏരിയ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ മാത്രമല്ല വന്നിക്കണം, നമ്മുടെ കൂടെ ഒരു 4 ഫ്രണ്ട്സും അവരുടെ ഫാമിലീസും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 16 പേരുണ്ട് നമ്മളിവിടെ. ഈ എയർബിഎൻബിയുടെ ഈ ഡൈനിങ് ഏരിയ വരുന്ന ഫ്ലോറിൽ ഈ ഡൈനിങ് ഏരിയ, കിച്ചൺ, ഹാള്, പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ബെഡ്റൂം അതാണ് ഉള്ളത്. ബാക്കി 4 ബെഡ്റൂമും 2nd ഫ്ലോറിലാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ 2nd ഫ്ലോറിലാണ്. അപ്പോൾ നേരെ നമുക്ക് അവരെ കാണാൻ പോവാം. 2nd ഫ്ലോറിൻ്റെ സ്റ്റെയർസ് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയൊരു ഹാളുണ്ട്. നല്ല റോയൽ ലുക്കിൽ വരുന്ന കുറച്ച് ഫർണിച്ചേഴ്സ് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ റൂമിൻ്റെ 2 സൈഡിലും ഷെൽഫുകളുണ്ട്. അതിൽ നിറയെ ബുക്സാണ്. റൂമുകളൊക്കെ സെയിം തന്നെയാണ്. ഇപ്പോൾ റൂമിൽ ഒരു ബിഗ് സൈസിലുള്ള ഒരു ബെഡും പിന്നെ ഒരു സ്മോൾ സൈസിലുള്ള ഒരു ബെഡുമാണ് ഉള്ളത്. പിന്നെ ഈ 2nd ഫ്ലോറിലുള്ള റൂംസിലൊക്കെ വാഷ് ബേസിൻ വരുന്നുണ്ട്. ആക്ച്വലി ഇത് ഭയങ്കര ഓൾഡായിട്ടുള്ള ഒരു സ്വീഡിഷ് ട്രഡീഷണൽ ഹൗസാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടാക്കിയതൊന്നും അല്ല. അതിൻ്റെ ഡോറും അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വർഷങ്ങളോളം പഴക്കമുള്ള വീടാണെന്ന്. അവരിപ്പോൾ ഇത് എയർബിഎൻബി ആയിട്ട് റൺ ചെയ്യണമെന്ന് മാത്രം. അന്ന് നൈറ്റിലേക്കുള്ള ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ചിക്കൻ കറിയും എഗ് കറിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ പൊറോട്ട നമ്മൾ അവിടെ ചെന്നിട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നമ്മുടെ ഡിന്നർ കഴിക്കുകയാണ്. നെയ്തുകൂട്ടാനും നമ്മളിതാ സൈഡിൽ ഒരു ചെറിയൊരു സോഫ ഉണ്ട്, അവിടെ എടുത്തിട്ടുണ്ട്. ഡിന്നർ കഴിഞ്ഞപ്പോൾ ഷമീർ ചേട്ടൻ്റെയും റെജീൻ്റെയും ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. ബർത്ത്ഡേ ഓൾറെഡി കഴിഞ്ഞതായിരുന്നു, എന്നാലും നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഒന്നും കൂടി സെലിബ്രേറ്റ് ചെയ്തു. രമ്യ ഒരു സൂപ്പർ കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷുഗർലെസ് ആയിട്ടുള്ള ഒരു ഹെൽത്തി കേക്ക് അടിപൊളിയായിരുന്നു. ഈ ഷുഗർലെസ് ആയ കാരണം ഈ പിള്ളേർ 2 out of 10 3 out of 10 ഒക്കെയാണ് രമ്യക്ക് റേറ്റിംഗ് കൊടുത്തത്. മേലെ അങ്ങനത്തെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തു. പിക്ഷണറി ഗെയിംസും ഡെംഷ്ലാറ്റ്സ് ഗെയിംസും ഒക്കെ കളിച്ച് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെയുള്ള എല്ലാവരുടെയും ഫേവറേറ്റ് വൂൾഫ്. അയ്യോ, അടിപൊളി ഗെയിമാണ്. ഇവിടെ റീസെൻ്റ്ലി ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്ന് തന്നെ മനസ്സിലായത്. സൂപ്പർ ഗെയിം. അത് കളിച്ച് ഞങ്ങൾ ഒരു 2-3 മണിയായിട്ടാണ് എല്ലാവരും കിടന്നത് തന്നെ. തുടങ്ങിയപ്പോ പോലെ ഇവിടുത്തെ ഇരിക്കുന്ന വുൾഫാണോന്ന് സംശയാസ്പദമായ കിടക്കാൻ കുറച്ച് വൈകിയെങ്കിലും ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റു. നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു 6:30 ഒക്കെ. കുറച്ചും കൂടി നേരമൊക്കെ കിടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുഞ്ഞു ബേബീസുള്ള ഡാഡി മമ്മീസിനൊന്നും കുറേ നേരം ഒന്നും കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ എഴുന്നേറ്റപ്പോൾ പിന്നെ ഞങ്ങളും ഓട്ടോമാറ്റിക്കായി എഴുന്നേറ്റു. നൈനും എഴുന്നേറ്റു. അവിനാശേട്ടൻ ഞങ്ങളേലും നേരത്തെ എഴുന്നേറ്റ് അവിടെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കണ്ടായിരുന്നു. അപ്പം നമ്മളും ചായയൊക്കെ കുടിച്ച് പിന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങല്ലേ. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു മോർണിംഗ് വാക്കിന് പോവാമെന്ന്. അങ്ങനെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഈ വീട്, ഈ എയർബിഎൻബി നമ്മൾ കണ്ടത്. കൊള്ളാലോ. കാരണം നമ്മൾ നൈറ്റിൽ വന്ന കാരണം അവിടെ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു വഴിക്കൂടെ വന്ന് ഒരു വീട്ടിലേക്ക് കയറിയൊരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പോൾ ഈ ഡേ ലൈറ്റ് വന്നപ്പോഴാണ് നമ്മൾ ഈ വഴിക്കൂടെയാണ് വന്നത്, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ എയർബിഎൻബി എന്നൊക്കെ നമുക്ക് മനസ്സിലായത്. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ എന്ത് വഴിയാ? ഇതൊരു റോഡാണ് കേട്ടോ. അവിടെ നടന്ന് അവിടെ വരെ എത്തി.
ആ ചെറുതായിട്ടൊരു സ്നോയുണ്ട്. റോഡാണെങ്കിലും അങ്ങനെ വണ്ടികളൊന്നും പോണ റോഡല്ല, കുറച്ച് അപ്പുറത്തൊരു റോഡുണ്ട്, അവിടെ അതിൽ കൂടെ ഇങ്ങനെ വണ്ടി പോണ സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ പാടം പോലെ കിടക്കുകയാണ്, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാന്ന് തോന്നുന്നുണ്ട്. എന്താണ് കൃഷി എന്നൊന്നും അവിടെ കാണാനില്ല, ജസ്റ്റ് ഇങ്ങനെ പുല്ല് പോലെ കിടക്കണുള്ളൂ. ചിലപ്പോൾ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇവിടെ അധികം കണ്ടിട്ടില്ല. നമ്മൾ ഈ സ്റ്റോക്ക്ഹോം അവിടെയാണല്ലോ കൂടുതൽ കറക്കം. അപ്പോൾ ഈ കൺട്രി സൈഡിലേക്ക് അധികം പോയിട്ടില്ല. അപ്പോൾ ഒരു അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പിന്നെ കുറച്ച് നമ്മളങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് വീടുകളും കാറും ഒക്കെ കണ്ടു തുടങ്ങി. ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന വീടുകളില്ലേ, അത് സ്വീഡൻ്റെ ട്രഡീഷണൽ ഹൗസസ് ആണ് കേട്ടോ. ആക്ച്വലി നമുക്ക് നല്ല കോൾഡ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ റിട്ടേൺ പോവാണ്. ഇനി വന്ന വഴി മൊത്തം നടക്കാൻ വയ്യാത്ത കാരണം വേറെ വഴിയുണ്ടോ നോക്കാൻ പോവാൻ. ഈ കാറ്റ് നോക്കിയാൽ നമ്മൾ കുറേ നേരമായി ഫോളോ ചെയ്യണം. ഞാൻ നൈനോട് ടച്ച് ചെയ്യില്ല നൈനു എന്ന് പറയുമ്പോൾ അവള് പറയുന്നുണ്ട് നമ്മളെ ഹേർട്ടൊന്നും ചെയ്യില്ല അമ്മ, നമ്മുടെ കൂടെ ഫ്രണ്ടായിട്ട് വരുന്നതാണെന്ന്. എനിക്ക് ഈ പൂച്ച പട്ടി അതിനൊക്കെ ഇത്തിരി പേടിയാ. പൂച്ചേനെയും കൊണ്ട് ഞങ്ങൾ വേറെ ഏതോ വഴിക്കൂടെയാണ് തിരിച്ച് ഞങ്ങളുടെ എയർബിഎൻബിയിലേക്ക് എത്തിയത്. പോയ വഴിക്കൂടെയല്ല വന്നത്, വേറെ ഏതോ വഴിക്കൂടെ. വാക്കിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നേരെ പോയി ഒന്ന് ഫ്രഷായി. നല്ല സ്പേഷ്യസ് ആയ ടോയ്ലറ്റ്. ഇവിടെ സ്വീഡനിലെ ഒരു പ്രത്യേകത, ഇവിടുത്തെ എയർബിഎൻബി ഫ്ലാറ്റ് അവിടെയൊക്കെ റൂമുകളൊക്കെ കുറേ ഉണ്ടാവും, പക്ഷേ ടോയ്ലറ്റ് ചിലപ്പോൾ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ബട്ട് വി ആർ ലക്കി, നമ്മൾക്ക് 2 ടോയ്ലറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ തരുണിമണികളെ കാണാൻ വേണ്ടി നമ്മൾ 2nd ഫ്ലോറിലേക്ക് ചെന്നു. ഓൾറെഡി എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. നമ്മൾ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവർ എഴുന്നേറ്റ് അവിടെ എന്തോ ഒരു ഗൂഢ ഡിസ്കഷനിലാണ്. എല്ലാവരും എഴുന്നേറ്റ് വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രെഡ് ഓംലേറ്റ് ആയിരുന്നു, സിമ്പിൾ ബട്ട് പവർഫുൾ. അപ്പോൾ അതൊക്കെ കഴിച്ച് പതുക്കെ നമ്മൾ നമ്മുടെ കാര്യപരിപാടികളിലേക്ക് പോകാൻ പോവാണ്. എന്തിനാണ് നമ്മൾ ഈ എയർബിഎൻബി എടുത്ത് വന്ന് ബിരിയാണി ഉണ്ടാക്കാൻ. Say hello. Hello, bro. Hello, Mama. Today we are chasing ദർവാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, ഇച്ചുക്കുട്ടൻ്റെ അടിപൊളി പാട്ടോട് കൂടി നമ്മൾ നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തേ. ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ എല്ലാവരും കൂടിയുള്ള ബിരിയാണി പ്രിപ്പറേഷൻ ആയ കാരണം കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണ് ബിരിയാണി ഡൈനിങ് ഏരിയയിൽ എത്തിയത്. അടിപൊളി ബിരിയാണി ആയിരുന്നു, അടിപൊളി ഫിഷ് ബിരിയാണി. ബിരിയാണിയുടെ കൂടെ ചിക്കൻ 65 ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം, സാലഡ്, പിന്നെ ഒരു പിക്കിളും ഉണ്ടായിരുന്നു. അടിപൊളി ബിരിയാണി. എല്ലാവരും കൂടി ഇരുന്ന് ഈ ബിരിയാണി കഴിക്കുന്നത് അതിലേലും അടിപൊളിയായിരുന്നു. സൺഡേ നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. ഒരു 11 o'clockനാണ് നമ്മുടെ ചെക്കൗട്ടിൻ്റെ ടൈം. അപ്പോൾ നമ്മൾ ഈ എയർബിഎൻബി ഒക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഫുഡൊക്കെ പാക്ക് ചെയ്ത്
കുറച്ച് ഫുഡൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. സത്യമുള്ളതാണു നിന്റെ അശ്വമേധ ലീല. പണ്ടു രാമൻ ശ്രീരാമൻ പോയ പോലെ മറുവിട്ടേ കാണേറും രാമലീല.